എലത്തൂർ നിയോജക മണ്ഡലം ഇത്തവണ ചർച്ചയാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മന്ത്രി AK ശശീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം, അതിനെതിരെ NCPക്ക് അകത്തു നിന്ന് തന്നെയുള്ള എതിർപ്പുകൾ, ഒപ്പം അതുകൊണ്ട് തന്നെ UDF ഇത്തവണ എലത്തൂരിൽ വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഈ ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണെങ്കിലും അത്തരം വോട്ടുകളുടെ അടിയൊഴുക്ക് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF പൊതുവെ പങ്കുവയ്ക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാധ്യത എന്താണ്, പ്രതീക്ഷ എന്താണ് എന്ന് പങ്കുവയ്ക്കാൻ എലത്തൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയും KPCC ജനറൽ സെക്രട്ടറിയുമായ വിദ്യാ ബാലകൃഷ്ണൻ ഒപ്പമുണ്ട്. വിദ്യ, എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു സാധ്യതയെ കാണുന്നത്? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ മുൻപൊക്കെ ആണെങ്കിൽ എലത്തൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ എലത്തൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് 7 പഞ്ചായത്താണുള്ളത്. ആ 7 പഞ്ചായത്തിൽ നിലവിൽ 4 പഞ്ചായത്തും UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ UDFും LDFും തമ്മിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഈ ഒരു മണ്ഡലത്തിൽ ഉണ്ടാവും. എവിടെ ചെല്ലുന്ന സമയത്തും ആളുകളെ കാണുന്ന സമയത്തൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എല്ലാ ആളുകളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റത്തിൻ്റെ ഒരു പ്രതീതിയും അങ്ങനെയുള്ളൊരു എലക്ഷനും അങ്ങനെ ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ ഒരു പ്രദേശത്ത്, ഈ പോളോപ്പാറ പ്രദേശത്ത് ഞങ്ങൾ വെച്ചിട്ടുള്ള ബോർഡുകളും ബാനറുകളൊക്കെ ഇവിടുന്ന് ആളുകൾ മറ്റു രാഷ്ട്രീയ സംഘടനകൾ ആരാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്, നശിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് എടുത്തു മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് വളരെ സ്വാഭാവികമാണ് ഇവിടെയുള്ള ആളുകൾ UDFിൻ്റെ പ്രവർത്തനത്തിനെ ഭയക്കുന്നു എന്നതുകൊണ്ടാണ് ആ രീതിയിലുള്ളൊരു സമീപനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് എലത്തൂർ UDF എടുക്കാൻ വേണ്ടി പോവാണ്. ഈ അപ്പോഴും എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് ഒരു മുതിർന്ന നേതാവാണ്, മന്ത്രിയാണ്, ഒക്കെയാണ് എതിർ സ്ഥാനാർത്ഥി. അതൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. എതിർ സ്ഥാനാർത്ഥി ആര് എന്നതോ അത് അവരുടെ പ്രൊഫൈൽ എന്നതോ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു ഘടകമല്ല. ഞങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജനങ്ങൾ വിധി എഴുതും. ഓൾറെഡി അവരെ ഏകദേശം ആ രീതിയിൽ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥിയായി AK ശശീന്ദ്രൻ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ പരസ്യമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അത് അന്ന് നമ്മൾ വാർത്തയൊക്കെ കണ്ടതാണ്. അതിൽ UDF എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിക്കുന്നു? അതൊക്കെ അവരുടെ ഇന്റേണൽ മാറ്റേഴ്സ് അല്ലേ. അവരത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത് തീർക്കുക. വോട്ട് CPM തന്നാലും ഞങ്ങൾ വാങ്ങിക്കും. CPMൻ്റെ വോട്ടുകൾ ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. CPMൻ്റെ വോട്ടുകൾ അല്ല, ഞാൻ പറഞ്ഞല്ലോ, CPM തന്നാൽ അങ്ങനെ അതിലിപ്പം ഞങ്ങൾക്ക് ജാതിയും ഇല്ല, മതവും ഇല്ല, വ്യക്തിയില്ല, ഒന്നുമില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വോട്ടാണ് ഉണ്ടാവുക. അത് ജനാധിപത്യ പ്രക്രിയയിൽ ആര് ഭാഗവാക്കാകുന്നോ ആ ആളുടെ എല്ലാം വോട്ടുകൾ സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. അതായത് AK ശശീന്ദ്രനോട് എതിർപ്പുള്ള ആരുടെ വോട്ടുകൾ വേണമെങ്കിലും സ്വീകരിക്കും. ഇനി AK ശശീന്ദ്രൻ തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അത്ര പോലും. ഇവിടെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ രസകരമായ ഒരു കാര്യം, AK ശശീന്ദ്രനിൽ മറ്റൊരു ശശീന്ദ്രൻ മത്സരിക്കുന്നു. അതും NCPയുടെ ഭാഗമാണ്. അദ്ദേഹത്തിനാണ് ക്ലോക്ക് ചിഹ്നം കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയ സംഘടനയ്ക്കും വ്യക്തിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ഇലക്ഷന് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം NCPക്ക് മത്സരിക്കാൻ ഒരാളുണ്ട്, അവർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ മത്സരിക്കട്ടെ. അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അല്ല, എലക്ഷൻ അല്ലേ, അപ്പോൾ ആര് മത്സരിച്ചാലും അതൊക്കെ പോസിറ്റീവ് അല്ലേ. മറ്റൊന്ന്, ഈ വോട്ടർമാരെ കാണുന്ന സമയത്ത് എന്താണ് പ്രധാനമായും പറയുന്നത്? ഈ പിണറായി സർക്കാരിൻ്റെ പിടിപ്പുകേട് ചൂണ്ടിക്കാണിക്കുകയാണോ ചെയ്യുന്നത്, അല്ല ഭരണവിരുദ്ധതയാണോ? എന്താണ് നിങ്ങൾ വോട്ടർമാരോട് പറയുന്നത്? ഭരണവിരുദ്ധത എല്ലാ മണ്ഡലം, കേരളത്തിലെ 140 മണ്ഡലത്തിലും ഒരു ആൻറ്റി എൻകംബൻസി ഫാക്ടേഴ്സ് നല്ല കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് എലത്തൂരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എലത്തൂരിൻ്റേതായിട്ടുള്ള കുറേ കാരണങ്ങൾ ഇവിടെ പറയാനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒളോപ്പാറ എന്ന് പറയുന്ന പ്രദേശമാണ്. ഒളോപ്പാറ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ബാക്ക് വാട്ടർ ടൂറിസത്തിന് അനന്തമായ സാധ്യത, കുമരകത്തെ പോലെ അല്ലെങ്കിൽ ആലപ്പുഴയെ പോലെ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കേണ്ട ഒരു പ്രദേശമാണ് അകലാപ്പുഴ ഉൾപ്പെടെ. അതായത് ഇതെല്ലാം വരുന്നത് എലത്തൂർ നിയോജകമണ്ഡലമാണ്. പൊക്കുന്നമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വരുന്നു, കല്ലായി പാലം വരുന്നു. അപ്പോൾ അത്രയധികം സ്കോപ്പുള്ള ടൂറിസം സെഗ്മെൻറ്റിനെ അത് കൃത്യമായിട്ട് ഇത്ര കാലമായിട്ട് എലത്തൂരിന് വേണ്ടി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ആ ടൂറിസം മേഖലയ്ക്ക് ഉപയോഗപ്പെടുത്താനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ തന്നെയാണ്. കാരണം ടൂറിസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിനോദം ആവശ്യമാണ്. അപ്പം വിനോദത്തിനോടൊപ്പം തന്നെ അവിടെ വരുന്നത് ഒരു തൊഴിലവസരങ്ങൾ. ഏതൊരു പ്രോജക്റ്റ് വരുന്ന സമയത്ത്, ടൂറിസം സെഗ്മെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പ്രദേശത്ത് ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത്തരം സാധ്യതകളെ ഒന്നും കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് ആർക്കും പരിചിതമായിട്ടില്ല, ആരും അത് ഉപയോഗിച്ചിട്ടില്ല. ജനങ്ങൾക്കും അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടായിട്ടില്ല. പ്രകൃതി നൽകിയിട്ടുള്ള വരദാനത്തെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാനോ ഇവിടുത്തെ ആളുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, പ്രാദേശികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്.
നമ്മളിപ്പോൾ കോഴിക്കോട് സിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. ഇപ്പോൾ കോഴിക്കോട് സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്കറിയാം വയനാട്ടിലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ കണ്ണൂർ എന്ന് പറയുന്നതല്ല ഞാൻ പറഞ്ഞത്, തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയുടെയൊക്കെ ഒരു സെൻട്രൽ ഹബ്ബാണ് കോഴിക്കോടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഇവിടുത്തെ പ്രാദേശിക റോഡുകൾ, അതുപോലെ തന്നെ PWD ചെയ്യേണ്ട വർക്കുകൾ, കുടിവെള്ള പ്രശ്നം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ആ ഒരു രീതിയിലേക്കുള്ള ഡെവലപ്മെൻറ്റ് ഈ ഒരു പ്രദേശത്തേക്ക് ഇന്ന് വരെ എത്തിയിട്ടില്ല. കോഴിക്കോട് അല്ലെങ്കിൽ നാട് വളരുന്ന സമയത്ത് ഒരു 10-15 വർഷം പിന്നിലാണ് എലത്തൂർ ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ അതിനൊരു വിഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത്തരം കാര്യങ്ങൾ നടപ്പിലാവാൻ കഴിയുള്ളൂ. വിഷൻ ഉണ്ടായിട്ടും കാര്യമില്ല, മിഷനും കൂടെ ഉണ്ടാകണം. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടക്കണം. അത് നടപ്പിലാക്കാൻ കഴിയേണ്ടത് ഒരു ഭരണകർത്താവ്, അത് ആരായാലും, അത് രാഷ്ട്രീയമില്ല, അതിന് ഏത് ഗവൺമെൻറ് ഭരിക്കുന്നില്ല, അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിൽ കാലങ്ങളായിട്ട് അതിൻ്റെ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ജനങ്ങൾ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു റിസൾട്ട് ഇത്തവണ അത് UDFന് അനുകൂലമായിരിക്കും. ഈ അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പോസിറ്റീവായ ഒരു കാര്യമുണ്ട്. KPC ജനറൽ സെക്രട്ടറിമാരിലെ വനിതയാണ്, തൊട്ടപ്പുറത്ത് മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റൊക്കെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വനിതാ മുഖ്യമന്ത്രി എന്നതാണ് തൻ്റെ സ്വപ്നം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ എങ്ങനെയാണ് കാണുന്നത്? ഭാവിയിലൊരു വനിതാ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വനിതകളൊക്കെ കോൺഗ്രസിനകത്തുനിന്ന് ഉയർന്നു വരും. കോൺഗ്രസിൻ്റെ അതിന് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ഇലക്ഷനൊക്കെ മുമ്പ് പല ആളുകൾ എന്നോട് ബൈറ്റ് ചോദിച്ചിരുന്നു. അതിന് എൻ്റെ ഒരൊറ്റ സ്റ്റാൻഡേ ഉള്ളൂ, അതിന് പക്ഷമില്ല. വനിതകൾ വരണം. കേരളത്തിൽ ഉൾപ്പെടെ, രാജ്യത്തുൾപ്പെടെ ഇപ്പം ഇവരൊക്കെ എന്ത് വിചാരിച്ചാലും കാര്യമില്ല, 50% മുകളിൽ വോട്ടേഴ്സ് വനിതകളാണ്. വനിതകൾക്ക് പ്രാധാന്യം മാക്സിമം അത് ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലോക്കൽ ബോഡിയിൽ ഇപ്പം ഗൗരി ചുക്ക് ഉൾപ്പെടെ ജനപ്രതിനിധി ആയിട്ടുണ്ട്. ലോക്കൽ ബോഡിയിലൊക്കെ ഒത്തിരി തവണ ഇവരൊക്കെ അതെ. അപ്പോൾ നമ്മളിനി ഗൗരി പുതിയ നമ്മൾ കൂടി അല്ല, അത് അന്ന് ഇടതുപക്ഷത്തിൻ്റെ അവർ എന്താ പറയുക, വനിതകളെ മുന്നിൽ നിർത്തി പടം നയിച്ച് അവസാനം ഭരണം കിട്ടിയപ്പോൾ അവരെ എന്താ പറയുക എടുത്ത് കറിവേപ്പില പോലെ പുറത്തേക്ക് കളയുന്ന ഒരു സ്ട്രാറ്റജിയാണ് അന്ന് അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശൈലജ ടീച്ചറുടെ കേസും കഴിഞ്ഞ തവണകളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ സ്വപ്നവും സമീപനവും ഒക്കെയാണ് പങ്കുവച്ചിട്ടുള്ളത്. നാളുകളിൽ ഇപ്പം ഇന്ത്യയിൽ നിങ്ങൾക്കറിയാലോ, രാഷ്ട്രപതി ആദ്യം വരുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്, സ്പീക്കർ വരുന്നു, മുഖ്യമന്ത്രി വന്നു. ഇതൊക്കെ കോൺഗ്രസ് തന്നെയാണ് സ്ത്രീകൾക്ക്, ഗവർണർ ഉൾപ്പെടെ വനിതകൾക്ക് വേണ്ട ഇമ്പോർട്ടൻസ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഇനിയും അത് അങ്ങനെ തന്നെ കൂടി വരും. രാഹുൽ ഗാന്ധിൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്നുള്ള, കേരളത്തിൽ തന്നെ വരട്ടെ ഭാവിയിൽ വരട്ടെ എന്ന് തന്നെയാണ് അഭിപ്രായം. എന്തായാലും ഏറ്റവും അവസാനം ഇത് CPMൻ്റെ ഒരു ഉറച്ച കോട്ടയായിട്ടാണ് എലത്തൂർ അവർ വിലയിരുത്തുന്നത്. ഇത്തവണ മെയ് 4 എന്തായിരിക്കും റിസൾട്ട്? പൊളിച്ചാൽ പൊളിയാത്ത, തകർക്കാൻ പറ്റാത്ത കോട്ടകളൊന്നുമില്ല എന്ന് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ കോഴിക്കോടുള്ള ആൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. കോഴിക്കോട് ഈ നിയോജക മണ്ഡലം, എലത്തൂർ നിയോജക മണ്ഡലം, നിങ്ങൾ പറയും, പലരും എന്നോട് ചോദിച്ചു എന്ത് കോൺഫിഡൻസ്, എന്താണ് എലത്തൂർ മണ്ഡലം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ ഈ മണ്ഡലം 10,000-ലധികം ലീഡ് UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ UDFന് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇന്നും മുന്നോട്ട് പോകുന്നത്. ഉറപ്പായിട്ടും മാറും. എന്തായാലും എലത്തൂർ എന്ന് പറയുന്ന ഇടതുകോട്ട ഇത്തവണ പൊളിയും. CPM വോട്ടുകൾ പോലും താൻ സ്വീകരിക്കും തന്നാൽ എന്നുകൂടി ശശീന്ദ്രൻ്റെ വോട്ട് പോലും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് വിദ്യ പറയുന്നു. ഒപ്പം കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഭാവിയിലെങ്കിലും ഉണ്ടാവട്ടെ, രാഹുൽ ഗാന്ധിയുടെ സ്വപ്നത്തെ അവർ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്യാമറ പേഴ്സൺ TK റിഷാദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.